ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മൾ എത്ര ചാർജ് ചെയ്താലും ചാർജ് ആവുകയില്ല. നമ്മൾ പിന്നെ ഈ ബാറ്ററി ഊരി കൊണ്ടുപോയിട്ട് വേറെ കടയിലൊക്കെ കൊടുത്തിട്ട് ചാർജ് ചെയ്യാണ് സാധാരണ എല്ലാവരും ചെയ്യൽ. അതൊന്നും ചെയ്യാതെ ചെറിയൊരു ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു ടെക്നിക്ക് ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഇൻവെർട്ടർ ബാറ്ററി ലോ പ്രോബ്ലം മാത്രമല്ല നമ്മളിന്ന് ചെയ്യുന്നത്, UPSൻ്റെ ബാറ്ററി ലോ പ്രോബ്ലം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ പാനൽ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്ന് നീല വരുന്നത് KCB ലൈൻ ഓണ്, രണ്ടാമത് വരുന്നത് ബാറ്ററി ചാർജിങ്, ഇപ്പോൾ മൂന്നാമത് വരുന്നത് നമ്മുടെ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ആണെന്ന് കാണിക്കുന്നത്, നാലാമത് വരുന്നത് നമ്മുടെ ബാറ്ററി ലോയും, അഞ്ചാമത് വരുന്നത് അതിൻ്റെ ഓവർലോഡാണ് കാണിക്കുന്നത്. വേറൊരു പ്രശ്നം പാടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജിങ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാറ്ററി ലോ ആയതുകൊണ്ട് നമ്മുടെ ഇതിലെ മൈക്രോ കൺട്രോളർ ഓണായിട്ട് അതിൻ്റെ LED മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പവർ വരണമെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഓണായിട്ട് ചാർജിങ് വരണം. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇപ്പോൾ ഇൻവെർട്ടർ ലോഡ് ചെയ്ത സമയത്ത് ബാറ്ററി ലോ ആണ്, ഇതാണ് ബാറ്ററി ലോ കാണിക്കുന്നത്, യെല്ലോ ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത്. നമ്മൾ ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു ബാറ്ററി ലോ ആയതുകൊണ്ടാണ് നമ്മൾ കാണിച്ചത്. അപ്പം മെയിൻ KCB ലൈൻ ഉള്ളത് കൊണ്ട് നീല ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ KCB ലൈൻ ഓഫാക്കി നമ്മൾ ലോഡ് ഇടുന്ന സമയത്ത് ആ ഇത് ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഈ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ മഞ്ഞ കത്തുന്നത് ഈ ബാറ്ററി ചാർജ് ആവുന്നത്, പക്ഷേ ഈ ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുക എന്നല്ലാതെ ചാർജ് ആവുന്നില്ല. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചാർജിങ് റിലേ ഉണ്ട്. ഈ ഒരു ചാർജിങ് റിലേ വർക്ക് ചെയ്യണം ഏകദേശം ഒരു 10-11 വോൾട്ട് ഏകദേശമാണ് ആ റിലേ ഓൺ ആവാൻ. അപ്പോൾ മൈക്രോ കൺട്രോളറിൽ 5 വോൾട്ട് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ആ ഇൻഡിക്കേഷൻ മാത്രം വർക്ക് ചെയ്യും, അതായത് റിലേയിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള സിഗ്നൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ കാണാം 6 വോൾട്ടിൻ്റെ മുകളിലേ വരുന്നുള്ളൂ, 7 വോൾട്ട് ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ആവാത്ത, നമ്മുടെ ട്രാൻസ്ഫോമർ ഓൺ ആവാത്ത. ഈ ട്രാൻസ്ഫോമർ ഓൺ ആവണമെങ്കിൽ നമ്മുടെ റിലേ ആദ്യം ആക്റ്റീവ് ആവണം. റിലേക്കുള്ള സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ ആ കോയിൽ എനർജൈസ് ആയിട്ട് മാഗ്നറ്റൈസ് ആവാനുള്ള പവർ, അതായത് കുറച്ചേ ഉള്ളൂ, ആ റിലേ ആക്റ്റീവ് ആക്കാനുള്ള അത്ര മാഗ്നറ്റൈസ് പവർ ആ വോൾട്ടേജിന് പോരാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഇത് വർക്കിംഗ് ആക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ഇൻവെർട്ടറിനെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് സാധാരണ പോലെ എല്ലാ ഇതും വർക്കിംഗ് ആണ്, ചാർജിങ്ങിന് ഇൻഡിക്കേഷൻ ഓക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ മെയിൻ ലൈനിൽ ബ്ലൂ ഫസ്റ്റ്, പിന്നെ നമുക്ക് ഇൻവെർട്ടർ ഓൺ ആണെന്നുള്ള ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തെടുക്കുന്നത് അത് ഓക്കെയാണ്. ആ ഒരു കാരണം എന്താ കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വോൾട്ടേജ് നമുക്കിപ്പോൾ ലോഡ് ചെയ്ത സമയത്ത് KCB ലൈൻ ഓഫ് ആക്കിയ സമയത്ത് ബാറ്ററി ലോ ആണ് കാണുന്നത്. ആ സമയത്താണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ബാറ്ററിക്ക് ലോ ഉണ്ട്, നമ്മൾ അപ്പോഴേ മനസ്സിലാവുള്ളൂ, കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്ത സമയത്ത് ബാറ്ററീൻ്റെ ചാർജിങ് രണ്ടാമത്തെ ഇൻഡിക്കേഷനൊക്കെ ഓൺ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 7 വോൾട്ടിന് താഴത്തായാലും നമ്മളെ മൈക്രോ കൺട്രോളിൻ്റെ ബോർഡ്, നമ്മളെ ഈ മെയിൻ ബോർഡ് വർക്കിംഗ് ആണ്, പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു വോൾട്ടേജ് മാത്രം മതി. ബാക്കി വരുന്നതൊക്കെ റിലേ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഫസ്റ്റത്തെ ചെറിയ റിലേയിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ചെറിയ, അതായത് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൽ തന്നെ 2 വൈൻഡിങ് വരുന്നുണ്ട്. ചാർജിങ്ങിനും അതേപോലെ തന്നെ ഔട്ട് എടുക്കാൻ ഒരേ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമറിലേക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ റിലേ വരുന്നുണ്ട്. ആ റിലേ വർക്ക് ചെയ്യാൻ ഏകദേശം ഒരു 10 വോൾട്ട് ആ ഒരു റേഞ്ചിൽ മുകളിലേക്കാണ് ഇതിൻ്റെ ഷോണായി കിട്ടിയാൽ മാത്രം മതി. ആ ഒരു ട്രിക്ക് ഉപയോഗിക്കാനാണ് നമ്മളിന്ന് ചെറിയൊരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 12 വോൾട്ടിൻ്റെ UPSൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബൈക്കിൻ്റെയൊക്കെ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി മാത്രം മതി. ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു ടെക്നിക്കിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചെറിയ 12 വോൾട്ടിൻ്റെ ബാറ്ററി, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യാൻ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ UPSൻ്റെ ബാറ്ററി എടുത്ത ബാറ്ററീൻ്റെ നെഗറ്റീവും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവും ടച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ UPSൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവും ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ റിലേ ആക്റ്റീവ് ആവുകയും നമുക്ക് ഇതിന് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് 11 വോൾട്ടേജിൻ്റെ മുകളിൽ 12 വോൾട്ടിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവുന്നതിനനുസരിച്ച് അപ്പോൾ ഇൻവെർട്ടർ നമ്മൾ ഓഫ് ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അഥവാ കറണ്ടൊക്കെ പോകുകയാണെങ്കിൽ ഇൻവെർട്ടർ ഓൺ ആയിട്ട് വീണ്ടും ആ ബാറ്ററി പിന്നെ ലോ ആവും. കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒരു 10 മണിക്കൂറെങ്കിലും ഫുൾ ചാർജ് ആവുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് UPSൻ്റെ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ UPS ഒക്കെ നമ്മൾ സാധാരണ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലോഡ് വരില്ല. അതായത് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ ബാക്കിൽ കണക്ട് ചെയ്താൽ, ഇൻവെർട്ടർ പോലെ അല്ലല്ലോ, നമുക്ക് KCB ലൈൻ അല്ലാതെ കയറി വരില്ല. റിലേ എക്സ്ട്രാ നമുക്ക് KCB ലൈൻ ഓൺ അല്ലെങ്കിൽ നമ്മളെ ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഈ ഒരു UPS അങ്ങനെയല്ലേ വരുന്നത്. UPS നമുക്ക് ഇതിൽ ഈ ഒരു ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും തരില്ല.
അപ്പോൾ അത്രയും സേഫ്റ്റിയോട് കൂടിയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലോഡ് വരുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ട്യൂബിന് വെച്ചിട്ട് ഒരു ബൾബിലേക്ക് ഓർഡറിലേക്ക് കണക്ട് ചെയ്തിട്ട് ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സ്ക്രൂ വരുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് 4 ഭാഗത്ത് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ടോപ്പ് ഈസി ആയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പ്ലസും മൈനസും നമുക്ക് ഒന്ന് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എല്ലാം ഒരേ പ്രോബ്ലമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ബാറ്ററി ലോൻ്റെ വെച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഒരു ബാറ്ററി ലോ ആയപ്പോൾ പ്രശ്നം നമുക്ക് തന്നെ തരണം ചെയ്യാമെന്നുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയാലും ഈ ബാറ്ററി ചാർജ് ആവില്ല. അപ്പോൾ ഈ ബാറ്ററിയുടെ ചെറിയ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് ബാറ്ററി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ ഒരു 10 വോൾട്ട് 11 വോൾട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് ആക്റ്റീവ് ആവുള്ളൂ. ഈ ബോർഡിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ നേരത്തെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയെക്കാട്ടിൽ കുറവാണ്, 4 വോൾട്ടിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും പോയതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബാറ്ററി ഒക്കെ പോയതാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേറെ ബാറ്ററി വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു എത്ര ടൈം എടുത്താലും വേണ്ടി നമ്മൾ പോസിറ്റീവും നെഗറ്റീവും മാറാൻ നോക്കണം. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിനൊക്കെ കംപ്ലയിൻറ്റ് വരും, അടിച്ചു പോകും. ഏതൊരു കാരണവശാലും നമുക്ക് അത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ കുത്തനെടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ തന്നെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വയറിട്ട് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബൾബ് ഇവിടെ ഓണായി. അപ്പോൾ നമ്മുടെ ലോഡ് ഔട്ട് ഓണായി. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഓണിലായിരുന്നു. ആ ഒരു കൊടുത്ത സമയത്ത് നമ്മുടെ പവറും ഓണായിരുന്നു. പവറും ഓണാക്കണം, സ്വിച്ചിൻ്റെ പവറും ഓണാക്കണം, അതേപോലെ UPS ഓണാക്കണം. UPS ഓണാക്കിയില്ലെങ്കിലും നമ്മുടെ ചാർജിങ് കഴിക്കും. അപ്പോൾ നമ്മളിത് ലോഡ് ഔട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് UPS ഓണാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ UPSൻ്റെ പവർ ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പവർ, അതായത് നമ്മുടെ പവർ സപ്ലൈ മാത്രം ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ UPSൻ്റെ മുകളിൽ സ്വിച്ച് ഓണാക്കണ്ട. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് എത്ര ചാർജ് കയറുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 13 സംതിങ് വോൾട്ട്, അതായത് ചാർജ് കയറാനുള്ള ഏകദേശം ഈ 14-15 വോൾട്ടിൻ്റെ അടുത്ത് ചാർജിങ് ഔട്ട് വരും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ചാർജിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.